Hi friends, welcome to My Frocks Plus. ഇന്ന് ഞാനൊരു ഹാൻഡ് എംബ്രോയിഡറിയുടെ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് ഞാൻ മെയിൻ ചാനലിൽ മൈ ഫ്രോക്സ് മലയാളം സ്റ്റിച്ചിങ് എന്നുള്ള ചാനലിൽ ഇത് ഇട്ടിട്ടുണ്ട്, ഓഡിയോ ഇല്ലാതെ തന്നെ. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും ഓഡിയോ ഇല്ലാതെ, അതുകൊണ്ടാണ് ഓഡിയോയോട് കൂടി ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് പ്ലെയിൻ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് ചുരിദാറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. ഈ ചുരിദാറിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് വളരെ വലിയ വിലയൊന്നും ഇല്ലാത്ത ക്ലോത്ത് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് വളരെ ഭംഗിയാക്കാം. ഒരു പാർട്ടി വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ല, വളരെ ഈസിയുമാണ് ഇത് ചെയ്യാനായിട്ട്. ഇത് ഞാൻ കണ്ടോ, ഇത് നമ്മുടെ ഈ പുട്ടുകുറ്റിയിലൊക്കെയുള്ള ചില്ലാണ്, സേവനാഴി പുട്ടുകുറ്റി അതുപോലുള്ള ആ ചില്ലാണ്. അതിൻ്റെ കറക്റ്റ് ലെങ്ത് കിട്ടുന്നതിന് വേണ്ടി, അകലം കറക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടയുള്ള ഏത് സാധനം എടുത്താലും മതി, ഇതുപോലെ മാർക്ക് ചെയ്യുക. അപ്പം വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇതില്ലാതെ തന്നെ കറക്റ്റ് ലെങ്തിൽ മാർക്ക് ചെയ്ത് പോയാലും മതി. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം എംബ്രോയിഡറിയുടെ ചെയ്യുന്ന സൂചിയും നൂലും എടുക്കുക. ഇതുപോലെ അറ്റം തുമ്പ് ഒന്ന് കെട്ടിയിടുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഭാഗത്തായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് പൊക്കിയെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് വളരെ ചെറിയൊരു നോട്ട് താഴേക്ക് കൊടുക്കുക. കണ്ടോ, ഒരു നൂല് കടന്നു പോകാൻ പാകത്തിന് അത്രയ്ക്കും ഉള്ള ഒരു സ്പേസ് മതി അതിന്. അതുപോലെ ആ എല്ലാ ഡോട്ടുകളിലും നമ്മൾ തയ്ച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എംബ്രോയിഡറിയുടെ നൂല് വാങ്ങിക്കുമ്പോൾ ഒത്തിരി ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ചുരിദാറിലൊക്കെ ചെയ്താലും വാഷ് ചെയ്യുമ്പോഴൊന്നും കേടാവില്ല. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒത്തിരി ഡിസൈൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ബീഡ്സും കൂടി ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ചുരിദാറിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ചുരിദാർ, ഫ്രോക്ക്, എല്ലാത്തരം തുണികളിലും. ഇതുപോലെ 4 സ്ഥലത്ത് ഇതുപോലെയുള്ള എല്ലാ ഡോട്ടിലും ഇതുപോലെ ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് ഓരോ ഡോട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് ബോർഡർ കൊടുക്കുന്നതാണ് ഈ തുമ്പത്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഡെയ്സി ലൈസി എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഷെയ്ഡ് വരുന്നത് അപൂർവമായിട്ടാണ്. സാധാരണ നമ്മൾ സിംഗിൾ ഷെയ്ഡിൽ തന്നെയാണ് ഇത് ചെയ്തു പോകുന്നത്. ഡബിൾ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം വേറെ കളറിൽ ചെയ്യുന്നത്. കേട്ടോ, എന്നിട്ട് ആ സെൻറ്റർ പോർഷനിൽ താഴെ നിന്നും മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് ആ ഒരു ഡോട്ടിൽ കൂടി ഉള്ളിലേക്ക് കടത്തി, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്നിട്ട് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ കുത്തിയെടുക്കുക. നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ വേറൊരു രൂപമാണിത്. ഞാൻ ഹാൻഡ് എംബ്രോയിഡറിയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, 1-2 ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയിൻ സ്റ്റിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ തന്നെ വേറൊരു രൂപത്തിലുള്ള സ്റ്റിച്ചാണിത്. ബോർഡർ വേറെ കളർ കൊടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ എല്ലാ ഡോട്ടുകളിലും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് വലിച്ചു മുറുക്കരുത്, അപ്പോൾ അത്രയും വിടർന്ന് നിൽക്കില്ല. അതുപോലെ നമുക്ക് സൂചി കൊണ്ട് അതിനെ ഒന്ന് നമുക്ക് ഷേപ്പാക്കിയൊക്കെ എടുക്കുക. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അത് മുറുകിപ്പോകും, അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് സൂചി കൊണ്ട് മെല്ലെ ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അതുപോലെ നൂലൊരെണ്ണം പൊങ്ങിയും താന്നുമൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള നൂല് തന്നെ നോക്കി വാങ്ങിക്കുക കേട്ടോ എപ്പോഴും. ഇതുപോലെ നമ്മൾ എല്ലാ ഇതളുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല ഭംഗിയുള്ള ഒരു പൂവ് ആയിട്ട് നമുക്കിതിനെ എടുക്കാൻ പറ്റും. അതുപോലെ സെൻറ്ററിൽ ലാസ്റ്റ് സ്റ്റിച്ച് വരുമ്പോൾ സെൻറ്ററിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ കെട്ടിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. താഴെ കെട്ടിട്ടിട്ട് എടുക്കുക. അത് ഞാൻ ഹാൻഡ് എംബ്രോയിഡറിയുടെ ക്ലാസ്സിൽ, തുടക്കക്കാർക്കുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കെട്ടിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അതിനുശേഷം ഞാനിപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഒരു ബീഡ് വെക്കുകയാണ്. ഇതുപോലെ നമുക്ക് ബീഡ്സൊക്കെ വെച്ച് ഭംഗിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ബീഡ്സ് മേടിച്ച് വെക്കാം, അല്ലെങ്കിൽ ഗോൾഡൻ വെക്കാം. ഇതേ കണ്ടോ, ഇതുപോലെ ബീഡ്സ് വെച്ച് എടുക്കുക. അതുപോലെ എംബ്രോയിഡറിയുടെ സൂചിയിൽ നമ്മൾ ഈ ബീഡ് കടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ സൂചി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.